സമാന്തരശ്രേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച തുകകളും പദങ്ങളും എന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് write the first three terms in the arithmetic sequence. The conditions is first term is 30 and the sum of the first three terms is 300. ആദ്യ പദം 30ഉം ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക 300ഉമായ സമാന്തര ശ്രേണിയുടെ മൂന്ന് പദങ്ങൾ എഴുതുക എന്നതാണ്. നോക്കാം, ആദ്യ പദം 30 ആണ്, ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക 300 ആണ്. അതിനാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും രണ്ടാമത്തെ പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? 300നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 300നെ 3 കൊണ്ട് ഹരിക്കും. അപ്പോൾ 300നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും നമുക്ക്? രണ്ടാം പദം എന്ന് പറയുന്നത് എത്ര കിട്ടി? 100 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാം പദം 100 എന്ന് കിട്ടി. The second term is 100. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടേം 30 കൂടെ കിട്ടിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവയുടെ തേർഡ് ടേം മൂന്നാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 100. പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 100 - 30, that means 70. അതുകൊണ്ട് തേർഡ് ടേം എന്തായിരിക്കും? 170. 100നോട് 70 ചേർക്കുമ്പോൾ 170 എന്ന് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം 30യും ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക 300ഉമായാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആദ്യം രണ്ടാം പദം കണ്ടുപിടിക്കുന്നു. രണ്ടാം പദം കണ്ടുപിടിക്കേണ്ടത് 300/3 is equal to 100. 30 100 170 എന്ന് കിട്ടുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ആദ്യ പദം 30 ആണ്. The sum of first four terms is 300. ഫസ്റ്റ് ടേം 30യും the sum of first four terms is 300. നോക്കാം, ഇങ്ങനെ നാല് പദങ്ങൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ തുക തന്നാൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അവിടെ നമ്മൾ ഇവയുടെ ജോഡികൾ പേഴ്സിനെ കണ്ടെത്തുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. x1 x2 x3 x4 എന്നിവയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ തുകയാണ് 300. അപ്പോൾ ഇവിടെ എത്ര ജോഡികൾ ഉണ്ട്? എത്ര പേഴ്സ് ഉണ്ട്? 2 ജോഡികൾ. x1 + x4ന്റെയും അതുപോലെ x2 + x3യുടെയും തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ 2 ജോഡികളുടെ തുക, ആകെ തുക ടോട്ടൽ സം എത്രയായിരിക്കും? 300. അതുകൊണ്ട് ഒരു ജോഡിയുടെ തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് മീൻസ് x1 + x4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആകെ തുകയായ 300നെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 2 ജോഡിയല്ലേ. അപ്പൊ 300നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 150 എന്ന് കിട്ടും. അപ്പോൾ x1 + x4 എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ x1 എത്രയാണ്? 30 ആണ്. അങ്ങനെയെങ്കിൽ x4 എത്രയായിരിക്കും? 30നോട് ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 150 കിട്ടുക? അതെ, 120. നോക്കാം, 30 നാലാം പദം 120, ഫസ്റ്റ് ടേം 30 എന്ന് കിട്ടി. എങ്ങനെയെങ്കിൽ സെക്കൻഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? 30നോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടി, 2 തവണ കൂട്ടി, 3 തവണ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 30 + 3d is equal to 120. 3d = 120 - 30 90. d എന്ത് കിട്ടും? 90/3 30 എന്ന് കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ്. അപ്പോൾ ആദ്യത്തേത് 30, രണ്ടാം പദം 60, മൂന്നാം പദം 90, നാലാം പദം എത്ര തന്നെയാണ്? 120. അടുത്ത ചോദ്യം, ഫസ്റ്റ് ടേം 30 and the sum of first 5 terms is 300. Sum of first 5 terms is 300. So ഇവിടെ ടേംസിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 5 ആണ്, ഓഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മിഡ് പോയിന്റ് അഥവാ മധ്യപദം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? മൂന്നാം പദം x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 300/5 എത്ര കിട്ടുന്നു? 60 എന്ന് കിട്ടുന്നു. സോ തേർഡ് ടേം 60 എന്ന് കിട്ടി. ഫസ്റ്റ് ടേം 30 എന്ന് കിട്ടി. നോക്കാം, 30 60. അപ്പൊ രണ്ടാം പദം എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? 30നോട് 2 തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നു? 60 എന്ന് കിട്ടുന്നു. അപ്പൊ 30നോട് 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 60. അപ്പോൾ 2 തവണ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 60 - 30 = 30. അപ്പോൾ പൊതുവ്യത്യാസം 30നെ 2 കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ ഉത്തരം 15.
അപ്പോൾ പൊതുവ്യത്യാസം 15 ആയതുകൊണ്ട് രണ്ടാം പദം എന്ന് പറയുന്നത് എന്തായിരിക്കും 30. 30നോട് 15 ഒരു തവണ കൂട്ടിയാൽ 45 60. For the first term 30, the sum of first 5 terms is 300. The sequence is 30, 45 and 60. The last question is first term is 30. The sum of the first 6 terms is 300. നോക്കൂ ടേംസിന്റെ നമ്പേഴ്സ് എത്രയാണ് 6 ആണ്, ഈവൻ ആണ്. ഈ ഒരു സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ പേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് പേഴ്സ്? എത്ര പേഴ്സ് ഉണ്ടാകും? എത്ര പേഴ്സ് ടേംസ് ഉണ്ടാകും? 6 ആയതുകൊണ്ട് തന്നെ അതിന്റെ ഹാഫ് പകുതി എത്രയാണ്? 3. സോ നമുക്കറിയാം ഓരോ ജോഡിയുടെയും തുക x1 x6 എന്ന് പറയുന്നതും x2 x5 എന്ന് പറയുന്നതും x3 x4 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇവിടെ തുക കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 300/3 is equal to 3 കിട്ടുന്നു, 100 എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ x1 x ആഡ് ചെയ്താൽ 100 ആണ്, x2 x5 എന്ന് പറഞ്ഞാൽ 100 ആണ്, x3 x4 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടേം 30 ആണല്ലോ. ഫസ്റ്റ് ടേം 30 ആയാൽ x1 30 ആയാൽ x6 എത്രയായിരിക്കും? x1 30 ആയാൽ x6 എന്ന് പറയുന്നത് എന്താണ്? 100 - 30, that means 70 എന്ന് കിട്ടുന്നു. 100 - 30 is equal to 70 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? 30. സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം അറിയില്ല, ഫിഫ്ത്ത് ടേം അറിയില്ല, സിക്സ്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. അപ്പോൾ എന്താണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടെത്തുക? 30നോട് 1 2 3 4 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. ഫിസിക്കൽ എത്ര കിട്ടുന്നു? 70 എന്ന് കിട്ടുന്നു. അപ്പോൾ 30 + 5d എന്ന് പറയുന്നത് 70 എന്ന് കിട്ടുന്നു. അപ്പോൾ 5d 5 തവണ പൊതു വ്യത്യാസം എത്രയാണ്? 70 - 30 40. d സമം എന്ത് കിട്ടുന്നു? 40/5 8 എന്ന് കിട്ടും. അതായത് ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? 8 ആണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാം പദം 30 ആണെങ്കിൽ സെക്കൻഡ് ടേം രണ്ടാം പദം എത്രയായിരിക്കും? 30 + 8 38. പിന്നെയോ 46. അപ്പോൾ ആദ്യത്തെ 3 ടേംസ് ഏതൊക്കെയാണ്? 30 38 46. പക്ഷെ രണ്ട് പദങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ 54ഉം 62ഉം. അപ്പോൾ സമാന്തര ശ്രേണിയുടെ ഫസ്റ്റ് ടേം 30ഉം ആദ്യത്തെ 6 പദങ്ങൾ എടുത്തത് 300ഉമായാൽ ഫസ്റ്റ് 3 ടേംസ് ഏതൊക്കെയാണ്? 30 38 and 46. Next question. The sum of the first 5 terms of an arithmetic sequence is 150 and the sum of the first 10 term is 550. Question. What is the third term? What is the 8th term? And what are the first 3 terms? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 150ഉം അടുത്ത 10 പദങ്ങളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്രയാണ്? 550ഉമാണ്. ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550ഉമാണ്. അങ്ങനെയെങ്കിൽ മൂന്നാം പദം എത്ര? എട്ടാം പദം എത്ര? ആദ്യത്തെ 3 പദങ്ങൾ ഏതാണ്? അപ്പോൾ അതിന്റെ ആൻസർ നോക്കാം. വാട്ട് ഈസ് ദ തേർഡ് ടേം? 5 പദങ്ങളുടെ തുക 150 എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം x3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുവിലത്തെ പദമായിരിക്കും, മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 150നെ 5 കൊണ്ട് ഹരിക്കാം. 150നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നു? 30 എന്ന് കിട്ടുന്നു. അപ്പോൾ x3 എന്ന് പറയുന്നത് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. x3 അഥവാ മൂന്നാം പദം 30. ഇനി വാട്ട് ഈസ് ദ 8th ടേം? എട്ടാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. എട്ടാം പദം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം 5 പദങ്ങൾ വരെ എത്രയാണ്? 150 ആണ്. പൊതുവ്യത്യാസം നമുക്കറിയില്ല. അപ്പോൾ എട്ടാം പദം കണ്ടെത്താൻ നോക്കാം. 6ാം പദം മുതൽ 10ാം പദം വരെയുള്ള പദങ്ങളുടെ തുക നോക്കാം. 6ാം പദം മുതൽ 10ാം പദം വരെയുള്ള, കാരണം 6ാം പദത്തിന്റെയും x6 x7 x8 x9 x10 ഇവയുടെ മധ്യപദമാണ് x8 എട്ടാം പദം എന്ന് പറയുന്നത്. അപ്പോൾ 6ാം പദം മുതൽ 10ാം പദം വരെ ആദ്യ 10 പദങ്ങളുടെ തുക എത്രയാണ്? 10 പദങ്ങളുടെ തുക 550.
ആദ്യത്തെ 5 പദങ്ങളുടെ തുകയോ 5 പദങ്ങളുടെ തുക 180. അങ്ങനെയെങ്കിൽ 6 മുതൽ 10 വരെയുള്ള തുക 6 പദം മുതൽ 10 പദം വരെ തുക എത്രയായിരിക്കും? 550 മൈനസ് 150 400 എന്ന് കിട്ടും. അതായത് x6, x7, x8, x9, x10 എന്നീ പദങ്ങളുടെ തുക എത്രയാണ്? 400 ആണ്. അങ്ങനെയെങ്കിൽ x8 എന്ന് പറയുന്നത് എന്തായിരിക്കും? 400 രണ്ടാമത്തെ ചോദ്യോത്തരമാണ്. x8 എന്ന് പറയുന്നത് 400/5 അഥവാ 80 എന്ന് കിട്ടുന്നു. 400/5 = 80 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ്? തേർഡ് ടേം നമുക്കറിയാം 30 എന്നും, 8th ടേം നമുക്കറിയാം 80 എന്നും. അപ്പോൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ x3 നോട് 5 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? x8 കിട്ടും. ദാറ്റ് മീൻസ് 30 + 5d = 80. So 5d = 80 minus 30, that is equal to 50. So common difference d is equal to 50/5 is equal to 10. അപ്പോൾ common difference 10 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന്റെ what are the first 3 terms നമുക്ക് എങ്ങനെ ഉത്തരം നൽകാം? First 3 terms. third term 30 അല്ലേ? 30 ഒന്നുകൂടെ മൈനസ് ചെയ്താൽ 20, 10. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് ഏതൊക്കെയാണ്? 10, 20, 30. Question is the angles of pentagon are in arithmetic sequence. Prove that it is the smallest angle is greater than 36. ഒരു പഞ്ചഭുജത്തിന്റെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഇവയിലെ ചെറിയ കോൺ 36 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തെളിയിക്കും. നോക്കാം, പെന്റഗണിന്റെ ആകെ കോണുകളുടെ തുക എത്രയാണ്? പഞ്ചഭുജത്തിന്റെ ആകെ കോണുകളുടെ തുക നമുക്കറിയാം n-2 × 180. സോ എന്ത് കിട്ടും? 5 - 2 × 180, 3 × 180, that means 540. ആകെ തുക 540. 5 കോണുകളാണുള്ളത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? നടുവിലെ സമാന്തര ശ്രേണിയിലാണ് കോണുകൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും? x3 എന്ന് പറയുന്നത് 540 എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 5 എണ്ണല്ലേ ഉള്ളത്. 540 5 കൊണ്ട് ഹരിച്ചാൽ 108. അപ്പോൾ മൂന്നാമത്തെ കോണ് 108 ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിൽ 5 പദങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ മൂന്നാമത്തെ കോൺ 108 ആണെങ്കിൽ അവയുടെ ആദ്യത്തെയും അഞ്ചാമത്തെയും പദത്തിന്റെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? The sum of first and fifth term is third term എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ a b c ആണെങ്കിൽ a + c എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ടേമിന്റെ ഡബിൾ. അത് 5 ടേംസ് ആണെങ്കിൽ തേർഡ് ടേംസിന്റെ ആയിരിക്കും. 7 ടേംസ് ആണെങ്കിൽ ഫോർത്ത് ടേംസിന്റെ ആയിരിക്കും. അപ്പൊ നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. x3 എന്ന് പറയുന്നത് 108 ആണ്. അങ്ങനെയാണെങ്കിൽ x1 + x5 എന്ന് പറയുന്നത് എന്തായിരിക്കും? തേർഡ് ടേമിന്റെ ഡബിൾ. അപ്പോൾ എത്രയാണ്? 108ന്റെ ഡബിൾ എന്ന് പറയുന്നത് 108 × 2, that means 216 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ചെറിയ ആംഗിൾ 36നേക്കാൾ കൂടുതലാണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. നോക്കൂ, x1 എന്ന് പറയുന്നത് 36 ആണെങ്കിൽ x5 എന്തായിരിക്കും? 180 ആയിരിക്കും. അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് പോസിബിൾ ആണ്. 180 ഡിഗ്രി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു നേർരേഖ രൂപം കൊള്ളും. അപ്പോൾ ഇവിടെ നേർരേഖ രൂപം കൊണ്ടാൽ അത് പെന്റഗൺ ആയിട്ട് മാറുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും 36 എന്തായിരിക്കില്ല? ചെറിയ കോണിന്റെ അളവായിരിക്കില്ല. 36 കുറവായാൽ 180 കൂടുതലോ മറുവശത്ത് വരും. അപ്പോൾ ഏറ്റവും ചെറിയ കോണിന്റെ അളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 36 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. 36 ഡിഗ്രിയിൽ കൂടുതലായ 36നേക്കാൾ വലുതായ ഗ്രേറ്റർ ആയ ഒരു ആംഗിൾ ആയിരിക്കും പെന്റഗണിന്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആംഗിൾ. ഓക്കെ. The sum of the 10th and 11th terms of an arithmetic sequence is 65. First question,
What is the sum of its first and 20th terms? Second question, if the fourth term of the sequence is 13, what is its 70th term? Next question, what is the common difference of this sequence? The last question, what is the algebraic form of this sequence? ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദത്തിന്റെയും 11ാം പദത്തിന്റെയും തുക 65 ആണ് എങ്കിൽ 1ാം പദത്തിന്റെയും 20ാം പദത്തിന്റെയും തുക എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം, 4ാം പദം 13 ആണെങ്കിൽ 17ാം പദം എത്രയാണ്? ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടെത്തുക, ഈ ശ്രേണിയുടെ ബീജഗണിതം കണ്ടെത്തുക. അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 10ാം പദത്തിന്റെയും 11ാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 10th ടേമിന്റെയും 11th ടേമിന്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 65. അപ്പോൾ നമുക്കറിയാം x10 പ്ലസ് x11 ആണ് 65. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് x1 പ്ലസ് x20 യുടെ തുകയാണ്. നമുക്കറിയാം ഇവിടെ നോക്കൂ, പേസ് 10 പ്ലസ് 11 എത്രയാണ്? 21 ആണ്. അതുപോലെ x1 പ്ലസ് x2 1 പ്ലസ് 20 എത്രയാണ്? 21 ആണ്. അതുകൊണ്ട് തന്നെ ജോഡികളുടെ തുക എപ്പോഴും തുല്യമായതുകൊണ്ട് തന്നെ x1 പ്ലസ് x20 നമുക്ക് എങ്ങനെ മാറ്റാം? 65 എന്ന് എഴുതാം. കാരണം എന്താ, x1 ഉം x20 ഉം കൂടിയാൽ കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? x10 ഉം x11 ഉം കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, x4 13 എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ x17 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. x4 എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ x17 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 17 4 21 ആണല്ലോ. അപ്പോൾ ഇവയെ ഒരു പെയറാണല്ലോ. x4 പ്ലസ് x17 എന്ന് പറയുന്നത് ഒരു ജോഡിയാണ്. അപ്പോൾ x4 13 ആയതുകൊണ്ട് x17 എന്ന് പറയുന്നത് എന്താണ്? 65 മൈനസ് 13 എത്ര കിട്ടി? 52 എന്ന് കിട്ടുന്നു. 65 മൈനസ് 13 എന്ന് പറയുന്നത് എത്ര കിട്ടുന്നു? 52 എന്ന് കിട്ടുന്നു. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവയുടെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടെത്തുക? കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ്? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. പദവ്യത്യാസം എന്ന് പറയുന്നത് 52 അഥവാ x17 മൈനസ് x4 ബൈ 17 മൈനസ് 4. x17 എത്രയാണ്? 52 ആണ്. 52 മൈനസ് 13 ബൈ 17 മൈനസ് 4 13. 52 ന്ന് 13 പോയാൽ 39. 39 ബൈ 13 ദാറ്റ് മീൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. പൊതുവ്യത്യാസം 3 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവയുടെ ബീജഗണിത രൂപമാണ്. ഇവിടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണമെങ്കിൽ ബീജഗണിതം എന്താണ്? ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? dn പ്ലസ് f മൈനസ് d ആണ്. dn പ്ലസ് f മൈനസ് d. xn സമം dn പ്ലസ് f മൈനസ് d ആണ്. അപ്പോൾ d നമുക്കറിയാം 3 എന്ന്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? f ആണ്. f എങ്ങനെ കണ്ടെത്താം? x4 എന്ന് പറയുന്നത് എന്താണ്? 13 ആണ്. അതിൽ നിന്നും x1 കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? x4 ൽ നിന്ന് 3 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? x1 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? x4 എത്രയാണ്? 13 മൈനസ് 3 ഗുണിക്കണം 3. That means 13 മൈനസ് 9 that is 4. അപ്പോൾ x1 എന്ന് പറയുന്നത് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ 4 x1 ഉം പൊതുവ്യത്യാസം 3 ആണ്. അങ്ങനെയാണെങ്കിൽ ബീജഗണിത രൂപം xn സമം എന്ത് കിട്ടുന്നു? അറിയൂ, dn പ്ലസ് f മൈനസ് d. d എത്രയാണ്? 3. 3n പ്ലസ് 4 മൈനസ് 3. 3n പ്ലസ് 4 മൈനസ് 3 അഥവാ 3n പ്ലസ് 1. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം algebra of the sequence is 3n plus 1. എങ്ങനെയാണ്? 10th ടേം 11th ടേം 65 ആണ്. അപ്പോൾ 10 plus 11 21. ആ പെയറിന്റെ സം നോക്കുന്നു. അതേപോലെ 1 plus 20 ആയിരിക്കും എന്ത് 21 കിട്ടുക. ഇതുപോലെ മറ്റൊരു പെയർ ഏതൊക്കെയായിരിക്കും? x2 ഉം x19 ഉം കിട്ടും. 2 plus 19 21 ആണ്. x3 ഉം x18 ഉം നമുക്ക് എന്ത് കിട്ടും? 21 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ x4 13 ആണെങ്കിൽ x17 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് രണ്ടും x4 ഉം x17 ആണ് പെയർ. അപ്പോൾ 65 ൽ നിന്ന് 13 മൈനസ് ചെയ്തു 52. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുന്നത്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 17 minus 14 52 minus 13 13 13 minus 30 is equal to 3.
therefore xn എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിച്ചു? x1 4 ആയതുകൊണ്ട് 3n plus 4 minus 3, that means 3n plus 1. Next question is the sum of 6th and 10th terms of an arithmetic sequence is 66. ഒരു സമാന്തര ശ്രേണിയുടെ ആറാം പദത്തിന്റെയും പത്താം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് 66 ആണ്. What is the sum of first and 15th terms of the sequence? ഈ സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെയും 15ാം പദത്തിന്റെയും തുക എന്താണ്? അപ്പോൾ ആറാം പദത്തിന്റെയും 10ാം പദത്തിന്റെയും തുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. x6 plus x10 is equal to 66. ഒന്നാമത്തെ ചോദ്യം, what is the sum of first and 15th terms of the sequence? Second question, what is the sum of 4th and 12th terms of the sequence? The last question, what is its 8th term? ഒന്നാം പദത്തിന്റെയും 15ാം പദത്തിന്റെയും തുക കണ്ടെത്തണം. നാലാം പദത്തിന്റെയും 12ാം പദത്തിന്റെയും തുക കണ്ടെത്തണം. അതുപോലെ 8ാം പദത്തിന്റെ വേല എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. What is its 8th term? നോക്കൂ, x6 plus x10 എന്ന് പറയുന്നത് പേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ടോട്ടൽ എത്രയാണ്? അടുത്തത് വരുന്നത് ഫസ്റ്റ് ആൻഡ് 15th, x1 plus x15 പെയർ ആണല്ലോ. 6 plus 10 16 ആണ്. അതുപോലെ 1 plus 15 16 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ എത്ര തന്നെയാണ്? 66. x1 plus x15 എന്ന് പറഞ്ഞത് 66. രണ്ടാമത്തേത് നോക്കൂ, what is the sum of 4th and 12th terms? x4 plus x12. ഇവയുടെ തുക എന്തായിരിക്കും? x4 plus x12, 4 plus 12 16 എന്നാണ് കിട്ടുന്നത്. അതായത് ഇവ പെയർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്ത് കിട്ടുന്നു? 66 തന്നെ കിട്ടുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, what is its 8th term? 8th term x8 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. x8 എന്തായിരിക്കും? 16 ടേംസ് ആണുള്ളത്. അപ്പോൾ x8 എന്ന് പറയുന്നത് അതിന്റെ എന്തായിരിക്കും? മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടുന്നു? 66/2. കാരണം എന്താണ്? രണ്ട് x8 ഉണ്ട്. x8നോട് പെയർ ആയിട്ട് വരുന്നത് എന്താണ്? x8 തന്നെയായിരിക്കുമല്ലോ. x8നോട് പെയർ ആയിട്ട് വരുന്നത് x8 തന്നെയായിരിക്കും. അപ്പോൾ x8ന്റെ ഇരട്ടിയാണ് 66. അഥവാ x8 എന്ന് പറയുന്നത് എന്താണ്? 66/2, that means 33. അപ്പോൾ 8ാം പദത്തിന്റെ 2 മടങ്ങായിരിക്കും 66. കാരണം എന്താണ്? x8നോട് പെയർ ആയിട്ട് വരുന്നത് x8 തന്നെയാണ്. അപ്പോൾ 2 മടങ്ങാണ്. അപ്പോൾ x8 കണ്ടുപിടിക്കാൻ 66നെ 2 കൊണ്ട് ഹരിക്കുന്നു. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? 33 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടേംസിന്റെയും സമ്മിന്റെയും കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തത്. സമ്മ് കണ്ടുപിടിക്കേണ്ട സമവാക്യവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.